ഇതെൻ്റെ ഒരു സൺഡേ വ്ളോഗാണ്. ഒരു അടിപൊളി മോർണിംഗ്. ഞാൻ പിള്ളേരെ മദ്രസയിൽ കൊണ്ടുവിട്ടതിന് ശേഷം നേരെ താത്തൻ്റെ വീട്ടിലേക്ക് പോയി. നമ്മൾ രണ്ടാൾ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന്. അങ്ങനെ നേരെ വിട്ടത് അമ്മീൻ്റെ വീട്ടിലാണ്. ഇതാണ് അമ്മീൻ്റെ വീട്. കുറേ പ്രാവശ്യം ഫോണിൽ വിളിച്ച് ആളെടുക്കുന്നില്ല. ഞാൻ ജനലിനൊക്കെ പോയി തട്ടൊക്കെ ചെയ്ത് ആരുമില്ല. അങ്ങനെ മെല്ലെ കിച്ചൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ ആളവിടെ നിന്ന് അലക്കുന്നുണ്ട്. നല്ല കുട്ടിയായിട്ട് അലക്കായിരുന്നു. നമ്മൾ ആദ്യം കണ്ടപ്പോൾ പുള്ളിക്കാരി ഒന്ന് പേടിച്ച്. പിന്നെ നമ്മൾ പറഞ്ഞു വേഗം വാ, വേഗം റെഡിയാകുമ്പോൾ പോവാന്ന് പറഞ്ഞപ്പോൾ എവിടെയാ എങ്ങോട്ടാ ഒന്നും ഉണ്ടായിട്ടില്ല. വേഗം റെഡിയായി. അങ്ങനെ നമ്മൾ 3 ആൾക്കാരും കൂടി സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാന്നൊന്നുമില്ല, ഇങ്ങനെ പോവാണ്. എങ്ങോട്ടേക്കാ പോകണമെന്നൊന്നുമില്ല. നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെയുള്ള ഒരു ഭാസ്കരം പീടിക പറഞ്ഞാൽ ഈ ഒരു സ്ഥലം. ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഈ പ്രഗ്നൻസി സമയത്തൊക്കെ രാവിലെ ഇങ്ങനെ വെയിൽ കൊള്ളണം എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സമയത്തൊക്കെ വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഈ ഒരു ഏരിയയിലേക്ക്. നല്ല തണുപ്പുണ്ടായിന്, നല്ല മഞ്ഞും. ഒരു 7 മണി ആ സമയത്തായിരുന്നു ഇതൊക്കെ. പക്ഷേ ആ ഒരു 7 മണി ആയാലും ആ ഒരു തണുപ്പും മഞ്ഞും സൂര്യോദയം എല്ലാം കൂടെ ഒരു അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്ത് കുറേ സമയം അങ്ങോട്ടേക്ക് നടന്ന് പോയപ്പോൾ ശരിക്കും ആ ഒരു രാവിലത്തെ ആ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടല്ലോ, അത് അനുഭവിക്കാൻ വേണ്ടി പറ്റി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ ഇവിടുന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അങ്ങ് ദൂരെ വരെ നടന്നിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരികയൊക്കെ ചെയ്ത് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല വ്യൂ, നല്ല കാലാവസ്ഥ, ഒരു ചായ, അത് നല്ലോണം മിസ് ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ് ഒന്ന് വീഡിയോ എടുക്കോ, അത് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ അവർ വീഡിയോ എടുത്ത് തന്നതാണ്. പിന്നെ നമ്മൾ അവിടുന്ന് വിട്ട് നമ്മൾ പിന്നെ വിചാരിച്ച് നമുക്ക് നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോവാന്ന്. നെരുവമ്പ്രാണ് അവരെ വീട്. അങ്ങനെ നമുക്കൊരു തരം വട്ടായി. ശരിക്കും പറഞ്ഞാൽ 3 ആൾക്കാരും കൂടിയിട്ട് അടുത്തേക്ക് വിട്ട് പോകാനുള്ള റൂട്ട്, പകുതി വരെയുള്ള റൂട്ട് എനിക്കറിയാം, ബാക്കി റൂട്ട് അമ്മയ്ക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ വേണം. നമ്മളിപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ ആഴ്ചയും സൺഡേയിൽ നമ്മളിങ്ങനെ പോകും. പിന്നെ അത് കൂടാണ്ട് വേറൊരു പ്ലാനിങ്ങും കൂടെ ഉണ്ട്. രാവിലെ എണീറ്റ് നടക്കാമെന്നുള്ള കാര്യം എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും 3 ആൾക്കാരും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കായിട്ടൊരു സമയം നമുക്കായി നമ്മൾ തന്നെ കണ്ടെത്തണം എന്നുള്ള മൈൻഡിലാണ് നമ്മൾ പോകുന്നത്. വീട്ടിലൊന്നും അറിയില്ല, നമുക്ക് 3 ആൾക്ക് മാത്രമേ അറിയൂ. അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത സമയത്തായിരുന്നു എല്ലാ ആൾക്കാരും കണ്ടത്. ഉമ്മയായാലും കെട്ടിയന്മാരായാലും എല്ലാവരും കണ്ടത് ആ ഒരു സമയത്തായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ പറയണ്ടല്ലോ, ഉപ്പ നമ്മൾ പോണത് കണ്ട സമയത്ത് ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാക്ക് മനസ്സിലായി 3 ആൾക്കാരും കൂടെ എന്തോ പ്ലാനിങ് ആയിട്ട് ഇറങ്ങിയതായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ നേരെ വിടാണ്. എവിടെയൊക്കെയോ നോക്കി ഒരു ചായ കിട്ടുമെന്ന്. ആ ഒരു ചായ മാത്രമേ മിസ്സിങ് ഉണ്ടായിട്ടുള്ളൂ, ബാക്കി എല്ലാം സെറ്റാണ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ നിർത്തി കുറച്ച് സമയം എന്നിട്ട് വീണ്ടും വണ്ടിയെടുത്ത് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ കസിൻ്റെ വീട് എത്താറായിട്ടുണ്ട്. അവർക്ക് ശരിക്കും വന്നാൽ നമ്മളെ കണ്ടപ്പോൾ സർപ്രൈസായി. കാരണം ഈ ഒരു രാവിലെ സമയത്തൊന്നും നമ്മൾ അവിടെ വരുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ലല്ലോ. അങ്ങനെ ജസ്റ്റ് അവിടെ കയറി അവരോട് കുറച്ച് സമയം സംസാരിച്ച് അങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മൾ ചായയും തപ്പിയിട്ട് നടക്കായിരുന്നു ചെയ്തത്. ഫൈനലി ഒരു ചായ കിട്ടി. അങ്ങനെ ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ചായയും കൂടെ ഒരു സമൂസയും കൂടെ കഴിച്ചിട്ട് നമ്മൾ അവിടെയും കുറച്ച് സമയം ഇരുന്ന്. പിന്നെ മോളെ മദ്രസയിൽ കൂട്ടാൻ പോകേണ്ട ടൈമായപ്പോൾ നമ്മൾ 3 ആൾക്കാരും പോയി. ഞാൻ അവരെ 2 ആൾക്കാരെയും കൂട്ടിയിട്ട് നേരെ നമ്മൾ വീട്ടിലേക്കാണ് വന്നത്. ആദ്യം നമുക്ക് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചീത്ത വാങ്ങുന്നുണ്ടെങ്കിൽ 3 ആൾക്കാരും ഒന്നിച്ച് വാങ്ങാമെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ വീട്ടിലെത്തി. ഉമ്മ ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു അടിപൊളി ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.